family in Angamali. അങ്കമാലിയിൽ തേലപ്പള്ളി കുടുംബത്തിലെ ഒരംഗമായ ഷാജി പത്രോസ് എന്നാണ് എൻ്റെ പേര്. My parents were working in Ethiopia as teachers, and all we children grew up there. ഞാനും എൻ്റെ സഹോദരങ്ങളും എത്യോപ്യയിലാണ് ജനിച്ചു വളർന്നത്. So I'm speaking in English because it's more comfortable. എനിക്ക് കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കാനാണ് വശമായതുകൊണ്ടാണ് എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ കഴിയാതിരിക്കുന്നത്. Now I guess you know that the Thelapalli family have been very strong Jacobites. യാക്കോബായ പശ്ചാത്തലത്തിൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് തേലപ്പള്ളി കുടുംബം. I've heard that my grandfather was deeply involved in the building of the churches in Pichanikad. പീച്ചാനിക്കാടുള്ള ജാക്കോബൈറ്റ് പള്ളികളുടെ പ്രവർത്തനത്തിലും അതിന്റെ നിർമ്മാണത്തിലും ഒക്കെയും ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ അപ്പൂപ്പന്മാർക്ക് വലിയൊരു പങ്കുണ്ട്. Okay, so as I said, we were in Ethiopia and I returned to Kerala for my 9th standard. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ കേരളത്തിലേക്ക് വരുവാനായിട്ട് ഇടയായത്. And I studied at St. Thomas High School, Kirilam. കീഴിലത്തുള്ള സെന്റ് തോമസ് ഹൈസ്കൂളിൽ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട്. It was a Marthomite school. അതൊരു മർത്തോമ കുടുംബ ഒരു സ്കൂളായിരുന്നു. And one day a team of evangelists came and they conducted a couple of programs. ഒരിക്കൽ ഒരു സുവിശേഷകരായിരിക്കുന്ന കുറച്ചു പേർ ആ സ്കൂളിലേക്ക് വരികയും ചില പ്രോഗ്രാമുകൾ നടത്തുവാനും ഇടയായി. To be honest, as a kid, Christianity was a very boring affair for me. എന്നെ സംബന്ധിച്ചോളം ക്രിസ്ത്യാനിയായിട്ടിരിക്കുന്നത് ഭയങ്കര ബോറിംഗ് പോലെ തോന്നിയ ഒരു കാലഘട്ടമായിരുന്നു. It was just the Easter and the Christmas that I enjoyed and nothing else. എനിക്ക് ആകെ സന്തോഷമുണ്ടായത് ക്രിസ്മസിന്റെ സമയത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾ മാത്രമേ. So it was during those meetings that I first heard about the love of God and how He sent His Son to die for us. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. അന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ചും എന്തിനാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നതിനെ കുറിച്ചും എനിക്ക് അറിയുവാൻ ഇടയായത്. And how each one of us is born with this curse of sin on us. നമ്മുടെ ജീവിതങ്ങളിൽ പാപത്തിന്റെ ആ ശാപഗ്രസ്തമായിരിക്കുന്ന ആ സ്പർശനത്തിന്റെ അനുഭവങ്ങളെ കുറിച്ച് അന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. So like I said, I was a very young boy, but I prayed the prayer of salvation and I was born again. ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കുന്ന ഞാൻ അന്ന് ആത്മരക്ഷയ്ക്കായുള്ള പ്രാർത്ഥന ചൊല്ലി എന്നുള്ളതാ സത്യം. Now I don't remember much about that occasion, but I was lonely, I was homesick, and God stepped into my life and met me in my moment of need. എന്റെ ആവശ്യ സന്ദർഭത്തിൽ ഒരു ഹോം സിക്ക് ആയിരിക്കുന്ന എന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അന്ന് ഇറങ്ങി വരുവാനിടയായി. So after this experience, I decided that I was going to go to church regularly. നിങ്ങൾ കേൾക്കണമേ, ആ അനുഭവം എന്നെ ചിന്തിപ്പിച്ചതും കൊണ്ടുപോയതും യാക്കോബായ പള്ളിയിൽ മുടങ്ങാതെ പള്ളിയിൽ പോകാനായിരുന്നു. But despite my best intentions, I found no happiness, no satisfaction. കാര്യം ഞാൻ അവിടെ ഈ അനുഭവം കഴിഞ്ഞപ്പോൾ കൂടുതൽ ഭക്തനാവാൻ ആഗ്രഹിച്ചെങ്കിലും അവിടെ തുറമാനമായി പങ്കെടുത്തുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ല. So I thought that this is an experience that has happened to me alone, and after some time I just forgot all about it. സത്യത്തിൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചത് എനിക്ക് മാത്രം ഉണ്ടായ ഒരു അനുഭവം ആയിരിക്കുമോ, അതുകൊണ്ട് മറ്റുള്ളവർക്ക് അങ്ങനെ ആയിരിക്കില്ല. എന്തിനു പറയുന്നു, ഞാൻ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകാനായി. But Almighty God
did not forget anything. ഹല്ലേലൂയ. നാം എന്ത് മറന്നാലും മറക്കാത്തവനായ ഒരു ദൈവം നമുക്കുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് ഈ രാത്രികാലം വിളിച്ചു. That was the beginning of our relationship. നമ്മുടെ ദൈവമായുള്ള ബന്ധത്തിന്റെ ആഴം എന്ന് പറയുന്നത് മറക്കാത്തൊരു ദൈവത്തിന്റെ ഹല്ലേലൂയ അത്ഭുതകരമായ ആ സ്പർശനമാണ്. And then for my pre-degree I went to Chenganasheri, and ഞാൻ ചങ്ങനാശ്ശേരിയിലേക്ക് പ്രീഡിഗ്രിക്ക് പഠിക്കാൻ പോയി. that's where I first met people who shared my faith. എനിക്ക് ലഭിച്ചതായിരിക്കുന്ന വിശ്വാസത്തിന്റെ അടുത്ത പടികളിലേക്ക് എന്നെ വിശ്വാസത്തിലേക്ക് വഴി നടത്തിയവരെ കണ്ടെത്തിയത് ഞാൻ SP കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. And later I got baptized in Angamali itself. ഞാൻ അങ്കമാലിയിൽ തന്നെ ഒരു ചർച്ചിൽ ഞാൻ സ്നാനമേൽക്കുവാനായിട്ട് ഇടയായി. So what I realized is we enter God's kingdom based on His laws and not on our feelings. നമ്മുടെ അനുഭവങ്ങൾ നിമിത്തമല്ല, ദൈവം തന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഓരോരുത്തരും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്ന ബോധ്യം എനിക്ക് ലഭിക്കാനിടയായി. And I didn't grow much in faith. I was a casual Christian. ഞാൻ എന്റെ വിശ്വാസം അത്രയധികം വളർന്നില്ല. ഞാനൊരു സാധാരണ ഒരു നാമമാത്രമായ ക്രിസ്ത്യാനിയായ വിശ്വാസിയായി മാറി. And then I got a job at St. Aloysius College, Elthuruthu. എൽത്തുരുത്തിലെ സെന്റ് അലോഷ്യസ് കോളേജിൽ അധ്യാപകനായിട്ട് എനിക്ക് ജോലി ലഭിച്ചു. And while I was working there, I got a chance to go to teach in Oman. ഒമാനിൽ ഒരു കോളേജിൽ പഠിപ്പിക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ച് ഞാൻ ഒമാനിലേക്ക് പോയി. So I want to tell you about an experience I had in Oman. ഒമാനിൽ വെച്ച് സംഭവിച്ച ഒരു കാര്യം നിന്നോട് ഈ രാത്രികാലം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. We were just listening to Elias talking about an accident that happened to him. ഏലിയാസ് ബ്രദർ തനിക്ക് ഈ അടുത്ത നാളുകളിൽ നടന്ന ഒരു അപകടത്തെക്കുറിച്ച് പറയുവാനിടയായിരുന്നു. നാം അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. And that's what happened to me in Oman. I think I fell asleep while driving, and my car went off the road. It rolled over 2 or 3 times and it fell into a ditch. നിങ്ങൾക്ക് അറിയാമോ, ഒമാനിലായിരിക്കുമ്പോൾ ഞാൻ കാർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഉറങ്ങിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ കാർ പലവട്ടം മറിയുകയും അതൊരു കുഴി പോലുള്ള സ്ഥലത്തേക്ക് ചെന്ന് വീഴുകയും ചെയ്തു. But an unknown man, an Omani, saw this happening, and so he stopped his car and he followed my car. എനിക്കറിയില്ല, ഞാൻ ഇതുവരെ അറിയാത്തതായ എനിക്ക് അപരിചിതനായ ഒരു ഒമാനി എന്റെ കാറിന്റെ അപകടം കണ്ട് പിന്തുടർന്ന് വന്ന് ആ സ്ഥലത്തേക്ക് എത്തി. And my wife and son they were not badly injured, and he helped them out. മാരകമായ മുറിവുകളൊന്നും എന്റെ ഭാര്യയ്ക്കോ കുഞ്ഞിനോ സംഭവിച്ചില്ല. അവരെ പുറത്തെടുത്തു. And then he rescued me from the wrecked car, and he took us all to the hospital. തകർന്ന കാറിൽ നിന്ന് എന്നെ എങ്ങനെയോ ആ ഒമാനി പുറത്തെടുത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ്. Fatalities from car accidents are very common in Oman. ഒമാനിൽ ഒത്തിരി അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഭയങ്കര സ്പീഡിലാണ്, because of the speed. ഭയങ്കര സ്പീഡിലാണ് കാറുകൾ പോകുന്നതുകൊണ്ട് ഒത്തിരി അപകട സാധ്യത. So while I was in my college itself, every semester we have so many students dying from accidents. ഞാൻ പഠിപ്പിച്ചിരുന്ന കോളേജില് അവിടുത്തെ നാട്ടുകാരോ അല്ലെങ്കിൽ അവിടെ പഠിച്ചിരുന്ന കുട്ടികൾ പലരും ഓരോ വർഷങ്ങളിലും മരിക്കുന്ന അനുഭവം ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. So I could have died, but God did not allow me to die because God had other plans. ഹല്ലേലൂയ. അനേകർ ഇത്തരം അപകടങ്ങളിൽ മരിക്കുമ്പോഴും എനിക്കൊരു കാര്യം നിശ്ചയമുണ്ട്, എന്റെ ദൈവമാണ് എന്നെ മരിക്കാൻ അനുവദിക്കാതിരുന്നത്. കാരണം എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു പ്ലാനും പദ്ധതിയും ഉണ്ട്. നമ്മുടെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. So the devil wanted to kill me, but Almighty God saved my life. പിശാചിന് എന്നെ കൊല്ലുവാൻ ആഗ്രഹമുണ്ടായി, എന്നാൽ എന്റെ ദൈവത്തിന് എന്നെ രക്ഷിക്കുവാൻ പ്രിയമുണ്ടായി. So I was in a coma for almost 1 week. ഒരാഴ്ചക്കാലം കൈകാലുകളൊന്നും അനങ്ങാതെ ഞാൻ ഒരു കോമ സ്റ്റേജിൽ കിടക്കുകയാണ്. And I regained consciousness after 1 week. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എന്റെ കൈകാലുകൾ ചലിക്കാനും എനിക്ക് ഓർമ്മ വരുവാനും ഇടയായി. So what I've realized is, for many years, I was only interested in the gifts that I could get from God. ദൈവത്തിൽ എന്തെങ്കിലും ലഭിക്കോ എന്ന് ചിന്തിച്ച നാളുകളായിരുന്നു എന്റെ പഴയ നാളുകൾ. So God was teaching me that I had to be interested in the giver and not in the gifts. എന്നാൽ കർത്താവ് എന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത് ദൈവം തരുന്ന സമ്മാനങ്ങളിലല്ല,
ആ സമ്മാനം തരുന്ന അനുഗ്രഹത്തിന്റെ അധിപതിയായിരിക്കുന്നവനെ സ്നേഹിക്കുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. And what I've also understood is that we can have as much of God as we want. നാം എത്ര ആഗ്രഹിക്കുന്നു അത്രയധികം ദൈവം നമ്മളിലേക്ക് വരികയും നമ്മെ മനസ്സിലാക്കി തരികയും ചെയ്യും. Because God always wants to have a close relationship. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നാമും ദൈവമായുള്ള ഒരു ഗാഢബന്ധമാണ്, അതിയായ ഒരു ബന്ധമാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. But He will never force Himself on us. ദൈവം നമുക്ക് വേണ്ടി നൽകുവാനായിട്ട് ഇടയായി. No, He will never force Himself on us. Force Himself. നമ്മളെ ഒരിക്കലും ദൈവത്തിന് അത്രമാത്രം ആഗ്രഹമുണ്ട് നമ്മളുമായൊരു ഗാഢബന്ധം. പക്ഷെ ദൈവം ഒരിക്കലും അതിന് നിർബന്ധിച്ച് ബലം പിടിച്ച് നമ്മളെ കൊണ്ട് അങ്ങനെ ആക്കുകയില്ല. Because it is the giver who is more important than the gifts. ഒരു കാര്യം ഈ രാത്രികാലം മനസ്സിലാക്കണം, അനുഗ്രഹത്തെക്കാൾ ഉപരിയായി അനുഗ്രഹം തരുന്ന ദൈവത്തെ സ്നേഹിക്കുവാനൊരു മനസ്സ് ഈ രാത്രികാലം നമുക്കുണ്ടാക്കണം. And many years later, I had another encounter with God. പിന്നെയും കുറെ വർഷങ്ങൾക്ക് ശേഷം എന്റെ ജീവിതത്തിൽ വലിയതായ ഒരു പ്രശ്നമുണ്ടായി. My intestine got blocked, and my abdomen started swelling. എന്റെ intestine, എന്റെ കുടൽ അത് ബ്ലോക്ക് ആകുകയും എന്റെ സാരമായിരിക്കുന്ന ഒരു പ്രശ്നം എന്റെ വയറിന് സംഭവിക്കുകയും ചെയ്തു. So the swelling could burst, and if it burst, it would have been very bad for me. ഒരു കാര്യം പറയട്ടെ, അതങ്ങനെ മൂർച്ഛിച്ചു വന്ന് എന്റെ ഈ അകത്തുള്ള ആ കുടലുകൾ പൊട്ടിപ്പോയാൽ പിന്നെ വൈദ്യശാസ്ത്രത്തിന് പോലും എന്ത് ചെയ്യാമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു പ്രത്യേകമായ അവസ്ഥ. But God once again stepped into my life, and He ensured that I had a surgery and that problem was cleared. ഹല്ലേലൂയ. എന്നാൽ ആ തക്ക സമയത്ത് കർത്താവ് എന്റെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ വീണ്ടും വരികയും എന്നെ ഒരു സർജറിയിലൂടെ പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ ഇടയാക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. So what I want to say is, even though I was indifferent to God, He was not indifferent to me. ഞാൻ ദൈവത്തിനോട് പലപ്പോഴും ഇഷ്ടമല്ലാത്ത രീതിയിൽ മാറി നിൽക്കുമ്പോഴും എന്റെ ദൈവം എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ എന്നെ സ്നേഹിച്ചുകൊണ്ട് വരുന്ന അനുഭവമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടത്. So He did not do this because I was faithful, but He did this because He is faithful. കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്തത് ഞാൻ വിശ്വസ്തനായതുകൊണ്ടല്ല, എന്റെ ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ് ദൈവം ഇത് ചെയ്തത്. So God has snatched me from the jaws of death on 2 occasions. എന്റെ ജീവിതത്തിൽ മരണകരമായിരിക്കുന്ന രണ്ടവസ്ഥയിൽ നിന്ന് എന്റെ കർത്താവ് എന്നെ കരം പിടിച്ച് എന്നെ വലിച്ച് എന്നെ രക്ഷിക്കുവാനായിട്ടിടയായി. So I'm always reminded of the parable of the prodigal son. ഞാൻ എപ്പോഴും ആ ധൂർത്തപുത്രന്റെ ഉപമ ഞാൻ പലപ്പോഴും ചിന്തിക്കാനിടയാകുന്നു. Now we see the image of the father waiting anxiously for this wasteful son to return. കണ്ടു, തന്റെ ജീവിതം കൊണ്ട് തന്റെ സമ്പത്തും സകലതും മുടിച്ചതായിരിക്കുന്ന ആ മകൻ അങ്ങനെ പോകുമ്പോഴും കാത്തിരിക്കുന്ന ആ സ്നേഹമുള്ള ഹൃദയമുള്ള ആ പിതാവിനെ കുറിച്ച് എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. So he is looking out, and when he sees him in the distance, he rushes out and he welcomes him. ആ കാത്തിരുന്ന പിതാവ് ദൂരത്ത് നിന്ന് തന്റെ മകൻ തിരിച്ചു വരുന്നത് കണ്ടിട്ട് അങ്ങോട്ട് ഓടിച്ചെന്നു എന്ന ദൈവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. So God does this for us, His children, again and again and again. ദൈവത്തിന്റെ മക്കളോടുള്ള ബന്ധത്തിലും ഈ പിതാവായ ദൈവം ഇതുപോലെയാണ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇതുപോലെയാണ് നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതുപോലെയാണ് നമ്മൾ തിരിച്ചു വരുവാനായി കാത്തിരിക്കുന്നത്. So what I've understood is that God is love. ഞാനൊരു കാര്യം ഈ രാത്രികാലം ഈ ബംഗ്ലാദേശത്തോട് പറയട്ടെ, ദൈവം സ്നേഹമാകുന്നു. So it is not something that He has, it is something that He is. എന്തെങ്കിലും കർത്താവ് ഉണ്ട് എന്നുള്ളതല്ല, കർത്താവ് അതാകുന്നു, സ്നേഹമാകുന്നു എന്നതാണ് സത്യം. You know, we human beings know how to love. നമുക്കറിയാം എങ്ങനെയാ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്. But then our love, we know how to turn on our love and to switch off our love. നമുക്ക് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് സ്നേഹം നിർത്തേണ്ടത് എന്നൊക്കെ നമുക്കറിയാം. But God is not like that. ദൈവം അതുപോലെയല്ല. God is love, and He always loves us. ദൈവം സ്നേഹമാകുന്നു, ദൈവം എപ്പോഴും സ്നേഹവാനാകുന്നു. And another thing that I've understood is that
God is a God of relationships, not of rituals. നമ്മുടെ ദൈവം ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു ദൈവമല്ല, മറിച്ച് ആത്മബന്ധത്തിന്റെ ഒരു ദൈവമാണ്. Because a lot of churches tell us that we need to follow certain rituals and we are safe. വിവിധ മതങ്ങൾ, വിവിധ ക്രിസ്തീയ മതങ്ങളൊക്കെയും പല അനുഷ്ഠാനങ്ങളെ കുറിച്ച്, ആചാരങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയും അത് ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. The Bible tells us that we need to have a relationship with Jesus. എന്നാൽ തിരുവചനമായിരിക്കുന്ന ബൈബിൾ പറയുന്നത് ദൈവമായുള്ള ഒരു റിലേഷൻഷിപ്പാണ് ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. And He wants a relationship with us as we are. As we are. We don't need to clean ourselves or wash ourselves or brush ourselves up. He wants us as we are. ദൈവം ആഗ്രഹിക്കുന്ന ആ ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ നിറം നോക്കിയിട്ടല്ല, നമ്മുടെ പണം നോക്കിയിട്ടല്ല, ദരിദ്രനാണോ ധനവാനാണോ വിദ്യാഭ്യാസമുള്ളവനാണോ വിദ്യാഭ്യാസം ഇല്ലാത്തവനെന്നോ നോക്കിയിട്ടല്ല ദൈവം സ്നേഹിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹം മനുഷ്യനിലേക്ക് വ്യാപരിക്കുവാൻ നമ്മുടെ യാതൊരു ഗുണഗണങ്ങളും ആവശ്യമില്ല. Because as Jesus said, I am the way, the truth and the life. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. So on the day of judgment, when we see Him face to face, നാം ആ വിധിദിനത്തിൽ നമ്മുടെ കർത്താവിനെ മുഖാമുഖമായി കാണുമ്പോൾ God is not going to ask us, are you a Pentecostal? Are you a Catholic? Are you a Jacobite? He's not going to ask us that. ദൈവം ആ ജഡ്ജ്മെന്റിന്റെ സമയത്ത് നീ ഒരു യാക്കോബായിക്കാരനാണോ, നീ ഒരു മർത്തോമക്കാരനാണോ, നീ ഒരു കത്തോലിക്കനാണോ എന്നൊന്നും അല്ല ചോദിക്കാൻ പോകുന്നത്. He's going to ask us, do you know Jesus? ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ രക്തം ചിന്തി മരിച്ച യേശുവിനെ നീ അറിയുന്നുണ്ടോ? You know, another statement that I like is that God doesn't have grandchildren. He has only children. ഈ രാത്രികാലം ബൈബിളിനെ ആസ്പദമാക്കിയ ഒരു സത്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. നമ്മുടെ ദൈവത്തിന് കൊച്ചുമക്കളില്ല, നമ്മുടെ ദൈവത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ. And who are the children of God? Those who have been saved by the blood of God. ആരാണ് ദൈവത്തിന്റെ മക്കൾ? കർത്താവായ യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചവരാണ് ദൈവത്തിന്റെ മകനും മകളും. You know, we often, people who have been going to a particular church for a long time say that my grandfather was in this church, my father, our family has been, but God doesn't look at that. God only says, do you know Jesus? That's all that matters. ചിലർ പറയും, ഞങ്ങളുടെ അപ്പൂപ്പൻ, ഞങ്ങളുടെ അമ്മൂമ്മ ഇന്ന സ്ഥലത്തുണ്ട്, അവരെ അടക്കിയ സ്ഥലത്ത്, അവര് കുർബാന കണ്ട സ്ഥലത്ത് പോകുന്നെന്ന് പറഞ്ഞ് പാരമ്പര്യം പിടിച്ചു പോകുന്നുണ്ട്. എന്നാൽ ദൈവം അതല്ല നോക്കുന്നത്. ദൈവം നോക്കുന്നത് നീ യേശുവിനെ അറിയുന്നു, യേശുവായിട്ട് ബന്ധമുണ്ടോ, നീ ദൈവത്തിന്റെ പൈതലാണോ എന്നാണ്. And Joyce Meyer puts it like this. ജോയ്സ് മേയർ ഇങ്ങനെ പറഞ്ഞു, She says that every man has a God-shaped hole on the inside. അവർ ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ ലോകത്തിൽ ജനിച്ച മനുഷ്യരുടെ ഉള്ളിൽ ദൈവത്തിന് വസിക്കാനുള്ള ഒരു സ്ഥലമുണ്ട് എന്ന് മറന്നു പോകരുത്. And only God can fill that hole. ആ സ്ഥലത്തെ പണം കൊണ്ടോ മറ്റുള്ള സാഹചര്യങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ കഴിയില്ല. ആ ശൂന്യതയെ നിറയ്ക്കാൻ കഴിയുന്നത് സർവശക്തനും സ്നേഹവാനുമായ ദൈവത്തെ കൊണ്ട് മാത്രമാണ്. So Jesus is the only way, and we need to understand that. യേശു മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള ഏക വഴിയെന്ന് ഈ രാത്രികാലം, ഈ പൈകാവ് ദേശമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. Now what's happened to modern Christianity is that Jesus has become one of many ways. എന്നാൽ ഞാൻ സഹതപിച്ചുകൊണ്ട് പറയട്ടെ, ഇന്ന് ക്രിസ്ത്യാനിത്വത്തിൽ പല നാമധേയ ക്രൈസ്തവ കൂട്ടത്തിലും യേശു മറ്റുള്ളവരെ പോലെ, മറ്റു വഴികളെ പോലെ ഒരു വഴി മാത്രമെന്ന് പഠിപ്പിക്കുന്നവരാണ്. Now we're all familiar with the word antichrist. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ് അന്തിക്രിസ്തു എന്ന് പറയുന്നത്. Something that's someone that's going to appear in the future, and someone that's going to destroy the world, and we know a lot of the Bible talks about Antichrist. എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയും കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് പ്രസംഗിക്കാറും പഠിക്കാറുമുണ്ട്. But I want to tell you something, that many churches are antichrist because
they do not say Jesus is the only way. ഇന്ന് പല ക്രിസ്തീയ സഭകളും എതിർ ക്രിസ്തുവിന്റെ പക്ഷത്താ, അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ സംസാരം അവർ സംസാരിക്കുന്നത്. അവർ യേശു ഏക വഴിയെന്നോ ഏക മധ്യസ്ഥനെന്നോ ഏക രക്ഷകനെന്നോ അവർ പറയുന്നില്ല എന്നുള്ള സത്യം. They don't deny Christ, but they belittle Christ. നിങ്ങൾ മനസ്സിലാക്കണമേ, ഈ രാത്രികാലം മനസ്സിലാക്കണം, അവർ യേശുവിനെ തള്ളിക്കളയുകയല്ല, യേശുവിനെ ഒരു വശത്താക്കി ചെറുതാക്കിയാണ് ചെയ്യുന്നത്. And that is a big mistake. അതാണ് ഏറ്റവും വലിയ ഒരു തെറ്റെന്ന് ഈ രാത്രികാലം പറയാൻ. That is anti-Christian, anti-Christ. ഇതാണ് ക്രിസ്തുവിനെതിരായുള്ള എതിർ ക്രിസ്തുവിന്റെ സ്വഭാവം പ്രകടമാകുന്ന മാർഗം. So we need to remember that Jesus is the only way. ഒരു കാര്യം ഈ രാത്രികാലം മനസ്സിലാക്കണം, യേശു അല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന സത്യം. See, because 2000 years ago something amazing happened. 2000 വർഷങ്ങൾക്ക് മുമ്പ് അത്ഭുതകരമായിരിക്കുന്ന ഒരു സംഭവം നടന്നു. God's son became a man and died a terrible death on that Roman cross. ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ക്രൂരമായി വളരെ പാടുപീടുകൾ സഹിച്ച് കാൽവരിയുടെ ക്രൂശിൽ, റോമക്കാർ ഉയർത്തിയതായ ഒരു ക്രൂശിൽ കർത്താവ് ദാരുണമായി ഒരു ബലിയായി മാറി. So God sacrificed his son to make a way for us to become part of his family. ഒരു കാര്യം ഞാൻ ഈ രാത്രികാലം പറയട്ടെ, യേശുവിന്റെ യാഗം എന്ന് പറയുന്നത് ആ കാൽവരി ക്രൂശിലെ മരണം നിമിത്തം സ്വർഗീയ കുടുംബത്തിന് തന്നെ വിശ്വസിക്കുന്നവരെ ചേർക്കുവാനുള്ള മാർഗമായി. Okay, so I have a question to ask you. Who killed Jesus Christ? ആരാണ് യേശുവിനെ കൊന്നത് എന്നൊരു ചോദ്യം ഈ രാത്രികാലം ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Did the Romans kill him? Did the Jews kill him? റോമക്കാരാണോ കൊന്നത്? യഹൂദന്മാരാണോ കൊന്നത്? I'll just read a verse, that's John 15:13. I'll just read it out. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൽ 15-ാമത്തെ വാക്യം. Greater love has no one than this, that someone lay his life for his friends. സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. So Jesus gave himself to die for us. Nobody killed him. ആരും യേശുവിനെ കൊന്നതല്ല പ്രിയപ്പെട്ടവരെ. He gave his own life for us. തന്റെ ജീവിതത്തെ നമുക്ക് വേണ്ടി യേശു നൽകുകയായിരുന്നു. You know, Pilate proclaimed him innocent and yet he died. പീലാത്തോസ് പറഞ്ഞു, ഈ മനുഷ്യന് കുറ്റമൊന്നും കാണുന്നില്ല, എങ്കിലും തന്നെ ക്രൂശിക്കാൻ വിധിക്കുവാനിടയായി. So why did he do it? എന്തുകൊണ്ടാണ് ചെയ്തത്? Because that was the only way that the wrath of God could be satisfied. ദൈവത്തിന്റെ ക്രോധത്തെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ നമ്മുടെ പാപത്തിന് ചിട്ടയായ ആ ക്രൂശിലെ മരണം എന്റെ യേശു ഏറ്റെടുക്കേണ്ടതായിരുന്നു. Only then could God's perfect sense of justice be satisfied. അങ്ങനെയാണെങ്കിൽ മാത്രമേ സ്വർഗസ്ഥനായ പിതാവിന്റെ ആ നീതി പൂർണ്ണമായി നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. So that is what happened 2000 years ago. അതാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത്. He made us worthy by dying in our place. നമുക്ക് പകരക്കാരനായി കാൽവരി ക്രൂശിൽ കണ്ടാലാണെന്ന് തോന്നിക്കുമാറ് ആ മുൾക്കിരീടം അണിഞ്ഞ കർത്താവായ യേശു ആ ക്രൂശ് മരണം വഹിച്ചത് നമ്മെ നീതീകരിക്കാൻ. Because very often I think that I'm not good enough, but for Jesus I am always good enough. That is why he died for me. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ കുറിച്ച് നമുക്ക് ചിലപ്പോൾ പലപ്പോഴും പലതും തോന്നാറുണ്ട്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ഒരു പൂർണ്ണതയുള്ള ഒരു യാഗം, പൂർണ്ണമായ സ്നേഹം നമുക്ക് വേണ്ടി പാപമോചനത്തിനായി കാൽവരി ക്രൂശിൽ ചെയ്യുവാനിടയായി. And you all remember that parable that Jesus talked about where a rich man invites all his friends for his son's wedding. ആ തന്റെ മകന്റെ വിവാഹത്തിന് വേണ്ടി ഒരു ധനികനായ മനുഷ്യൻ പലരെയും ക്ഷണിച്ച കാര്യം നമുക്കറിയാം. And all his friends say that they're too busy and they cannot come. പലരും പറഞ്ഞു ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അവരെ നിരസിക്കുവാനിടയായി. And then the man said, go out into the streets and call all the beggars. തെരുവുകളിൽ പോയിട്ട് അലഞ്ഞു നടക്കുന്ന പിച്ചക്കാരെയൊക്കെ ക്ഷണിക്കാൻ പറഞ്ഞു. And
we are the beggars who were invited into for the wedding celebration. പലപ്പോഴും യോഗ്യതയില്ലാത്ത അവസ്ഥയിൽ സ്വർഗത്തിലെ ദൈവം നമ്മൾ അതുപോലത്തെ അവസ്ഥയിലായിരുന്നപ്പോൾ, ഘട്ടത്തിലായിരുന്നപ്പോൾ കർത്താവിന്റെ ക്ഷണം കേട്ടിട്ട നമുക്ക് ആ വലിയ ആ രാജകീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ യോഗ്യത ലഭിച്ചത്. And if you remember, one man of these, all the beggars who come in, one man alone is questioned by the host, why did you come here? Who allowed you to come in? And he threw him out. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആ ക്ഷണിക്കപ്പെട്ട ആൾക്കാരിടയിൽ ഒരു ആളോട് മാത്രമാണ് ആ യജമാനൻ ചോദിച്ചത്, നീ എങ്ങനെ അകത്തേക്ക് വന്നു എന്ന് പറഞ്ഞ് അവനെ ആ അറ്റത്തേക്ക് ഇരുട്ടിലേക്ക് കൈകാലുകൾ കെട്ടി അയക്കുവാനിടയാണ്. That confused me for a long time. കുറെ നാള് ഈ വചനഭാഗം എന്നെ ചിന്തിപ്പിക്കുവാനും എന്നെ അലോസരപ്പെടുത്തുവാനും ഇടയായി. Then I realized this is a Jewish tradition, is that the host gives the clothes for the guests to wear for the wedding. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, യഹൂദന്മാരുടെ കല്യാണത്തിന് ക്ഷണിക്കുമ്പോൾ ആ അതിഥികൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുവാൻ ഹല്ലേലൂയ ഒരു വിവാഹ വസ്ത്രം പുറത്ത് ഉണ്ട് എന്നുള്ളത്. So they don't come wearing their own clothes, they come wearing the clothes given to them by the host. എന്ന് പറഞ്ഞാൽ ക്ഷണിക്കപ്പെട്ടവൻ നൽകിയ വസ്ത്രം ധരിച്ചിട്ട് വിവാഹത്തിന് വരാവൂ എന്നുള്ളൊരു നിയമം അന്നുണ്ടായിരുന്നു എന്നുള്ള സത്യം. So that is how we enter God's presence. എങ്ങനെയാണ് ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്ക് അടുത്ത് വരാൻ കഴിയുന്നത്? Not because there is goodness in me, but because the blood of Jesus covers me. നമ്മുടെ നന്മ കൊണ്ടല്ല, നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മെ രക്ഷിച്ച കർത്താവായ യേശുവിന്റെ യോഗ്യതയും ആ പാപമില്ലാത്ത രക്തത്തിന്റെ വിലയും നിമിത്തമാണ്. So and just before he died, Jesus said, it is finished. കർത്താവായ യേശു കാൽവരി ക്രൂശിൽ തന്റെ യാഗം പൂർത്തീകരിക്കുന്നതിന് മുമ്പായി അവസാനമായി ഇങ്ങനെ പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. There was only one man in the entire world who could make that statement. ഈ ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യനായി പിറന്നവന് മാത്രമേ അത് പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ, എല്ലാം ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. Because he came to make the payment for man's sin. മനുഷ്യന്റെ പാപത്തിന് മറുവില കൊടുക്കാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. And when he did that, he broke the curse of death. ആ കർത്താവായ യേശു അതിന് വില കൊടുത്തപ്പോൾ അതിന്റെ പരിണിത ഫലമായി വന്ന ശാപത്തെയും മുറിച്ചു കളയുവാനിടയായി. Even Satan was shocked when Jesus rose from the dead. മരിച്ചു മൂന്നാം ദിവസം കല്ലറകളെ ഭേദിച്ച് കർത്താവ് ഉയർത്തു വന്നപ്പോൾ പിശാച് പോലും ഞെട്ടിപ്പോയി എന്നുള്ള സത്യം. Because that was the first time in the whole world when a dead man rose like that. ഒരു മരിച്ച മനുഷ്യൻ ഹല്ലേലൂയ ആ ശക്തിയോടെ ബലത്തോടെ ഉയർത്തെഴുന്നേറ്റ ചരിത്രം ഇതുവരെ ഭൂലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. And why did Jesus rise like that? Because he was sinless. കാരണം പാപമില്ലാത്തവൻ മരിച്ചപ്പോൾ ഹല്ലേലൂയ മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയാതെ ആ മരിച്ച യേശു മൂന്നാം ദിനം ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. So that's how the curse of death was broken. അങ്ങനെയാണ് മരണത്തിന്റെ ശാപ ഹസ്തങ്ങൾ തകർന്നുപോയി. And what is death? We think that what happens at the end of our life is death. That's what we നമ്മുടെ think. ജീവിതത്തിന്റെ അവസാനം സംഭവിക്കുന്നതാണ് മരണമെന്ന നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. But Billy Graham said that our dying is only a change of address. It is not the real death. നമ്മുടെ ഈ ഭൂമിയിലെ മരണം എന്ന് പറയുന്നത് അത് നമ്മുടെ അവസാനമല്ല. ബില്ലി ഗ്രഹാം പറയുന്നത് ഇങ്ങനെയാണ്, വേറൊരു അഡ്രസ് നമുക്ക് ലഭിക്കുന്ന സമയമാണ് മരണസമയം എന്ന് പറയുന്നത്. Because real death is what happens when all of us stand in front of the great white throne at the end of the world. വെള്ള സിംഹാസനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ആ കർത്താവിന്റെ ആ ശിക്ഷാവിധി പറയുന്ന സമയത്ത് യഥാർത്ഥമായ മരണം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. Because God will look at us, and if we are covered with Jesus, then God will tell us to enter heaven. But if we are not covered with the blood of Jesus, He sends us to hell. ഇന്ന് രാത്രികാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആ ന്യായവിധിയുടെ സമയത്ത് കർത്താവ് നമ്മളെ കാണുമ്പോൾ യേശുവിനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുവാനും യേശുവിനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, യേശുവിന്റെ വചനപ്രകാരം നടന്നിട്ടില്ലെങ്കിൽ നീ
നിത്യ മരണത്തിലേക്ക് പോകുവാനുമാ. That is death. അതാണ് മരണം. It is not what happens here. ഇവിടെ ശാരീരികമായി മരിക്കുന്നതല്ല മരണം. This is a temporary separation. ഇത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വിച്ഛേദിക്കപ്പെടുന്ന ഒരു താൽക്കാലികമായ ഒരു പ്രതിഭാസം മാത്രമാണ്. You know, we all know about, God also has books in heaven. And there's a book called the Book of Life. നമ്മൾ മാത്രമല്ല ബുക്ക് എഴുതുന്നത്, സ്വർഗത്തിൽ ബുക്ക് എഴുതുന്ന ദൈവമാണ്. അവിടെ ജീവന്റെ പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. And we need our names to be in God's book of life. ഒരു കാര്യം ഈ രാത്രികാലം ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്നവരോട് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരെഴുതി കണ്ടില്ല എങ്കിൽ അത് വലിയ കഷ്ടകരമായ കാര്യമാണ്. When you're a member of a church, there's a church register and they write your name there. നമ്മുടെ ഒരു പള്ളിയിലൊക്കെ പോകുമ്പോൾ ആ പള്ളിയുടെ രജിസ്റ്റർ നമ്മുടെ പേരൊക്കെ ഉണ്ടാവും. If you are, when you get married there, they write your name, or if you die there, they write your name. സമയത്ത് ഒരു മാരേജ് രജിസ്റ്ററിൽ നമ്മുടെ പേരുണ്ടാവും. But God has a book, it's called the Book of Life. ജീവന്റെ പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തിലുണ്ട്. And we need our names to be in God's book. നമ്മുടെ പേര് ആ പുസ്തകത്തിലുണ്ടെന്നൊരു ഉറപ്പ് നമുക്ക് ഈ രാത്രികാലം ഉണ്ടാകും. That's why God sent His Son to die that terrible death 2000 years ago. അതുകൊണ്ടാണ് അത്ര വലിയ വില കൊടുത്തുകൊണ്ട് കർത്താവായ യേശുവിനെ ആ കാൽവരി ക്രൂശിൽ യാഗമാക്കുക സ്വർഗ്ഗസ്ഥനായ പിതാവ് അയക്കുവാനിടയായി. Because God has given us intelligence to think and to choose. അതുകൊണ്ട് ദൈവം നമുക്ക് ബുദ്ധി തന്നിരിക്കുക, വിവേകം തന്നിരിക്കുക, തെരഞ്ഞെടുക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം. So let us choose life over death. നമുക്ക് മുമ്പിൽ ഒരു ചോദ്യമുണ്ട്. ജീവൻ തിരഞ്ഞെടുക്കുമോ മരണം തിരഞ്ഞെടുക്കുമോ? And let us choose life by accepting Jesus as our Savior. നാം എന്താണ് ചെയ്യേണ്ടത്? ബുദ്ധിമാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക നിമിത്തം നാം ജീവനെ തിരഞ്ഞെടുക്കേണ്ടതാകുന്നു. So at that time you cannot say that I belong to this family or I belong to this church. All that matters is, do I belong to Jesus? That's all that matters. ഞാൻ ആ പള്ളിക്കാരനാ, ഞാൻ ഈ പള്ളിക്കാരനാ, ഞാൻ യാക്കോബായിക്കാരനാ, കത്തോലിക്കനാ, മാർത്തോമക്കാരനാ എന്ന ചോദ്യത്തിനൊന്നും അവിടെ ഒരു പ്രസക്തിയുമില്ല. ഞാൻ യേശുവിന്റെ സ്വന്തമാണോ, ഞാൻ യേശുവിന്റെ വകയാണോ എന്ന് മാത്രമേ അവിടെ പ്രസക്തിയുള്ളൂ. So each person has to make that choice by themselves, and they have to make it for themselves. ഒരു കാര്യം ഈ രാത്രികാലം പറയുന്നു, ഇത് ആരും നിർബന്ധിച്ചോ ഏതെങ്കിലും ആചാര നിമിത്തമോ സ്വീകരിക്കേണ്ടതല്ല. ഒരുവൻ സ്വന്തമായ തീരുമാനത്തിലൂടെ, സ്വന്തമായിരിക്കുന്ന ആ വിശ്വാസത്തിലൂടെ യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെ സ്വന്തമാക്കേണ്ടതാണ്. And I pray all of you will make the right choice. ഞാൻ ഈ രാത്രികാലം എന്റെ വാക്കുകൾ ഉപസംഹരിക്കുക ഒരു പ്രാർത്ഥനയോടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിനുള്ള വിശ്വാസവും തീരുമാനവും ഭാഗ്യവതയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.